കൃഷി അറിവുകൾ കിരീടം കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. FACT കാർഷിക. ഈ പരിപാടിയുടെ സഹകരണം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, രാസവളങ്ങളുടെ പ്രധാനമായും യൂറിയയുടെ അഭാവത്തെക്കുറിച്ച് ദിനംപ്രതി വാർത്താമാധ്യമങ്ങളിലും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ശരിക്കും ഈ ഒരു അളവിൽ യൂറിയയുടെ ആപ്ലിക്കേഷൻ നമ്മുടെ മണ്ണുകൾക്ക് വേണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. യൂറിയയുടെ അമിത ഉപയോഗം വിളകൾക്കും മണ്ണിനും പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ദോഷകരമാണ്. ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ മറ്റ് നിർണായക പോഷകങ്ങളെ സന്തുലിതമാക്കാതെ നൈട്രജനു വേണ്ടി യൂറിയയെ അമിതമായി ആശ്രയിക്കുന്നതാണ് അമിത പ്രയോഗത്തിന് പലപ്പോഴും കാരണം. ഇത് ചെടികൾക്ക് കേടുപാടുകൾ വരുത്താനും വിളവ് കുറയ്ക്കാനും വെള്ളവും വായുവും മലിനമാക്കാനും ഇടയാക്കും. മറ്റു രാസവളങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ യൂറിയയുടെ വില പലപ്പോഴും കുറവാണ്. ഒരു ബാഗിന് 266 രൂപ എന്നത് പലപ്പോഴും കുറവാണ് എന്ന ഒറ്റൊരു ഘടകം വെച്ച് മാത്രമാണ് നമ്മൾ പലപ്പോഴും യൂറിയയെ ഇത്രയധികം ഉപയോഗിക്കുന്നത്. യൂറിയ എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ഫെർട്ടിലൈസറാണ്. അതായത് നൈട്രജൻ എന്ന് പറയുന്ന ഒരു മൂലകം മാത്രമാണ് ഇത് സസ്യത്തിന് പ്രദാനം ചെയ്യുന്നത്. ഈ നൈട്രജൻ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂറിയയെ മാത്രം ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമില്ല. അനവധി സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഈ നൈട്രജൻ ലഭ്യമാവുന്നതാണ്. മറ്റു രാസവളങ്ങളായ NPK അടങ്ങിയിരിക്കുന്ന കോംപ്ലക്സ് വളങ്ങൾ, ഓർഗാനിക് വളങ്ങൾ, നാനോ വളങ്ങൾ, ബയോ ഫെർട്ടിലൈസേഴ്സ് ഇവയിലെല്ലാം തന്നെ ചെടിക്ക് ആവശ്യമായ രീതിയിൽ നൈട്രജന്റെ അളവ് അടങ്ങിയിട്ടുണ്ട്. അമിതമായ യൂറിയ വളപ്രയോഗം മൂലം സസ്യങ്ങളെ ബാധിക്കുന്ന ദോഷങ്ങൾ. അമിതമായ യൂറിയയിലെ ഉയർന്ന ഉപ്പിന്റെ അളവ് മണ്ണിന്റെ ഓസ്മോട്ടിക് മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഇത് വെള്ളത്തിന്റെ ഒഴുക്കിനെ വിപരീത ദിശയിലാക്കുകയും ചെടിയുടെ വേരുകൾക്ക് നിർജ്ജലീകരണം സംഭവിക്കുകയും ചെയ്യുന്നു. സസ്യങ്ങളുടെ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും നശിക്കാനും സാധ്യതയാണ്. ഉയർന്ന അളവിലുള്ള യൂറിയ പ്രത്യേകിച്ച് വിത്തുകൾക്കോ വേരുകൾക്കോ സമീപം വെക്കുമ്പോൾ വിഷാംശമുള്ളതും ചെടിയെ നശിപ്പിക്കുന്നതുമാവാം. യൂറിയ മണ്ണിൽ ശരിയായ രീതിയിൽ ചേർത്തില്ലെങ്കിൽ അത് വിഷാംശമുള്ള അമോണിയ വാതകമായി മാറും. ഇത് തൈകൾക്കും ഇളം ചെടികൾക്കും ദോഷകരമാണ്. അമിതമായ നൈട്രജൻ ഇലകളുടെ സമൃദ്ധമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ഇത് ദുർബലമായ തണ്ടുകൾ, പൂവിടാൻ കാലതാമസം, നിലവാരം കുറഞ്ഞ വിളവ് എന്നിവയ്ക്ക് കാരണമാകും. അമിതമായ യൂറിയ ഉപയോഗം വിളകളെ കീടങ്ങൾക്കും രോഗങ്ങൾക്കും കൂടുതൽ ഇരയാക്കുന്നു. അതുപോലെ തന്നെ അമിതമായ യൂറിയ ഉപയോഗം മൂലം മണ്ണിനെ ബാധിക്കുന്ന ദോഷങ്ങൾ. യൂറിയയുടെ വിഘടനം ഹൈഡ്രജൻ അയോണുകളെ പുറത്തുവിടും. ഇത് കാലക്രമേണ മണ്ണിന്റെ pH കുറയ്ക്കുന്നു. ഈ വർദ്ധിച്ച അമ്ലത്വം മറ്റ് അവശ്യ പോഷകങ്ങളുടെ ലഭ്യത കുറയ്ക്കുകയും മണ്ണിരകളെ പോലെയുള്ള ഗുണകരമായ സൂക്ഷ്മാണുക്കൾക്ക് ഹാനികരമാവുകയും ചെയ്യുന്നു. യൂറിയയുടെ അമിത ഉപയോഗം നൈട്രജൻ മാത്രമേ നൽകുന്നുള്ളൂ. ഇത് ഫോസ്ഫറസ്, പൊട്ടാഷ്യം, മറ്റ് സൂക്ഷ്മ പോഷകങ്ങൾ എന്നിവയുടെ കുറവിന് കാരണമാകുന്നു. മണ്ണിന്റെ ഈ അസന്തുലിതമായ ഘടന ചെടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ തകരാറിലാക്കുന്നു. യൂറിയയുടെ അമിത പ്രയോഗം മണ്ണിന്റെ ജൈവവസ്തുക്കളുടെ വിഘടനം വേഗത്തിലാക്കുന്നു. ഇത് മണ്ണിന്റെ കാർബൺ അളവ് കുറക്കുന്നു. മണ്ണിന്റെ ഘടന, വായുസഞ്ചാരം, ജലം നിലനിർത്താനുള്ള ശേഷി എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു. ചില സൂക്ഷ്മജീവികൾക്ക് വളരാൻ യൂറിയ സഹായിക്കുമെങ്കിലും അമിതമായ യൂറിയ മറ്റുള്ളവയെ അടിച്ചമർത്തുന്നു. ഇത് പോഷകങ്ങളെ ചംക്രമണം ചെയ്യാനും രോഗങ്ങളെ ചെറുക്കാനുമുള്ള മണ്ണിന്റെ സ്വാഭാവിക ശേഷിയെ ദോഷകരമായി ബാധിക്കുന്നു. വരണ്ട പ്രദേശങ്ങളിലോ നീർവാർച്ച കുറഞ്ഞ മണ്ണിലോ യൂറിയയുടെ ആവർത്തിച്ചുള്ള ഉപയോഗം ഉപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകും. ഇത് വെള്ളം വലിച്ചെടുക്കാനുള്ള ചെടികളുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. പരിസ്ഥിതിയെ ബാധിക്കുന്ന ദോഷങ്ങൾ. നൈട്രസ് ഓക്സൈഡ്, അമോണിയ എന്നിവയുടെ ഉത്പാദനത്തിന് യൂറിയ കാരണമാകുന്നു. ഇത് ഹരിതഗൃഹ വാതകങ്ങളുടെ ഉറവിടമാണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ശക്തമായ ഹരിതഗൃഹ വാതകമാണ്. ഇത് ഓസോൺ പാളിയുടെ കുറവിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ, എറണാകുളം. മണ്ണിന്റെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി വളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണമായ ഉപയോഗം ഇന്ത്യ ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നു. 2014 മുതൽ മണ്ണിന്റെ ആരോഗ്യവും ഫലപുഷ്ടിയും സംബന്ധിച്ച പദ്ധതി സംസ്ഥാനങ്ങളെ സംയോജിത പോഷക മാനേജ്മെന്റ് അഥവാ ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് നടപ്പാക്കുന്നതിൽ സഹായിക്കുന്നു. ദ്വിതീയ സൂക്ഷ്മ പോഷകങ്ങൾ, ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ എന്നിവയ്ക്കൊപ്പം രാസവളങ്ങളുടെ യുക്തിസഹമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ പോഷക നിലവാരത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും മണ്ണിന്റെ ഫലപുഷ്ടത മെച്ചപ്പെടുത്തുന്നതിന് ഉചിതമായ പോഷക അളവുകളെക്കുറിച്ചുള്ള ശുപാർശകളും സോയിൽ ഹെൽത്ത് കാർഡ് പരിപാടി കർഷകർക്ക് നൽകുന്നു. ഈ പദ്ധതി പ്രകാരം 25 കോടിയിലധികം സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം
93,781 കർഷക പരിശീലനങ്ങൾ, 6.8 ലക്ഷം പ്രദർശനങ്ങൾ, 7,425 കർഷക മേളകൾ, മണ്ണിന്റെ ആരോഗ്യ കാർഡ് ശുപാർശകൾ പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പയിനുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പോഷക പരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1985 വളപ്രയോഗ നിയന്ത്രണ ഉത്തരവ് പ്രകാരം ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ, എണ്ണ ശുദ്ധീകരിച്ച കേക്ക്, ജൈവ കാർബൺ എൻഹാൻസറുകൾ, നാനോ വളങ്ങൾ തുടങ്ങിയ ഇതര വളങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. പരമ്പരാഗത കൃഷി വികാസ് യോജന പോലുള്ള പദ്ധതികളിലൂടെയാണ് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത്. 3 വർഷത്തേക്ക് 1 ഹെക്ടറിന് 31,500 രൂപ സാമ്പത്തിക സഹായം നൽകുന്നു. വടക്കുകിഴക്കൻ മേഖലയ്ക്കുള്ള മിഷൻ ഓർഗാനിക് മൂല്യ ശൃംഖല വികസനം 3 വർഷത്തേക്ക് 1 ഹെക്ടറിന് 46,500 രൂപ, ജൈവ ഉൽപാദനത്തിന് 15,000 രൂപ നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. പ്രിയ സുഹൃത്തുക്കളെ, മഴക്കാലത്ത് പ്രധാനമായും കാണപ്പെടുന്ന ഇലതീനിപ്പുഴുകളുടെ നിയന്ത്രണ മാർഗങ്ങളെപ്പറ്റി സംസാരിക്കാം. കേരളത്തിലെ ഫലവർഗ വിളകളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന വിളയാണ് വാഴ. കർഷകരെ സംബന്ധിച്ച് വാഴകൃഷി നിരവധി വെല്ലുവിളികൾ മറികടന്ന് വിജയിപ്പിച്ചെടുക്കേണ്ട ഒരു സംരംഭമാണ്. വാഴകൃഷിക്ക് ഏറ്റവും പ്രധാന പ്രതിബദ്ധമുയർത്തുന്നത് കീടങ്ങളുടെയും രോഗങ്ങളുടെയും ആക്രമണമാണ്. പൊതുവായ കാലാവസ്ഥയും കൃഷിയിടത്തിലെ സൂക്ഷ്മ കാലാവസ്ഥയുമാണ് കീടബാധയുടെ തീവ്രത നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം. അങ്ങനെ നോക്കുമ്പോൾ മഴക്കാലം ഇലതീനിപ്പുഴുക്കളുടെ വിഹാരകാലമാണ്. മഴക്കാലത്തെ മൂടിക്കെട്ടിയ കാലാവസ്ഥയും വാഴത്തോട്ടങ്ങളിൽ ആ സമയത്ത് രൂപപ്പെടുന്ന ഉയർന്ന ആർദ്രതയുള്ള അന്തരീക്ഷവും ഇലകളിലെ നനവും ഇലതീനിപ്പുഴുകളുടെ അതിവേഗത്തിലുള്ള പ്രജനനത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു. മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞു പുഴുക്കൾക്ക് ആഹരിക്കാൻ ധാരാളം ഇളം ഇലകളും ലഭിക്കുന്ന സമയവുമാണിത്. അങ്ങനെ അതിവേഗം ജീവിതചക്രം പൂർത്തിയാക്കുന്ന ഈ കൂട്ടർ വാഴത്തോട്ടങ്ങളിൽ അതിവേഗം പടർന്നു പിടിക്കുകയും ഗണ്യമായ നാശനഷ്ടം വരുത്തുകയും ചെയ്യുന്നു. വാഴയുടെ പ്രധാന ശത്രുകീടങ്ങളായ പിണ്ടിപ്പുഴുവിനെയും മാണപ്പുഴുവിനെയും നിയന്ത്രിക്കുന്നതിൽ കാണിക്കുന്ന കരുതൽ പലപ്പോഴും ഇലതീനിപ്പുഴുകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ കർഷകർ കാണിക്കാറില്ല. എന്നാൽ മുകളിൽ സൂചിപ്പിച്ച കാരണങ്ങൾ കൊണ്ട് തന്നെ ഇലതീനിപ്പുഴുകളുടെ നിയന്ത്രണം വാഴകൃഷിയിൽ വളരെയധികം പ്രധാനവുമാണ്. വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചാൽ പൂർണ്ണമായും ഇവയുടെ ആക്രമണം തടഞ്ഞു നിർത്താൻ കഴിയും. അതിനായി കേരളത്തിൽ വാഴത്തോട്ടങ്ങളിൽ പ്രധാനമായി കാണപ്പെടുന്ന ഇലതീനിപ്പുഴുകൾ ഏതൊക്കെയാണെന്നും അവയുടെ ആക്രമണം എങ്ങനെ തിരിച്ചറിയാമെന്നും അവയെ നിയന്ത്രിക്കാൻ സ്വീകരിക്കേണ്ട സംയോജിത കീടനിയന്ത്രണ മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് കർഷകർ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വാഴച്ചെങ്കണ്ണി അഥവാ ബനാന സ്കിപ്പർ, ശാസ്ത്രനാമം എരിയോനോട്ട ടോറസ്. ഇലതീനിപ്പുഴുക്കളുടെ വിഭാഗത്തിൽപ്പെട്ട വാഴയുടെ ഏറ്റവും അപകടകാരികളായ ശത്രുകീടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഏറ്റവും മുൻപന്തിയിലുണ്ടാവുക വാഴച്ചെങ്കണ്ണി ആയിരിക്കും. ഒന്നാമത് വാഴച്ചെങ്കണ്ണി, ബനാന സ്കിപ്പർ അഥവാ ശാസ്ത്രനാമം എരിയോനോട്ട ടോറസ്. ഇലതീനിപ്പുഴുക്കളുടെ വിഭാഗത്തിൽപ്പെട്ട വാഴയുടെ ഏറ്റവും അപകടകാരികളായ ശത്രുകീടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ മുൻപന്തിയിലുണ്ടാവുക വാഴച്ചെങ്കണ്ണി ആയിരിക്കും. നിലവിൽ ഈ കീടത്തെ കേരളത്തിൽ കൃഷിയിടങ്ങളിൽ വ്യാപകമായി കാണുന്നെങ്കിലും അനുകൂല സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ ഇവ വളരെ വേഗം പടർന്ന് പിടിക്കുകയും വൻ നാശം വിതയ്ക്കുകയും ചെയ്യും. ഇവ വ്യാപകമായി ആക്രമിച്ച തോട്ടങ്ങളിൽ 100% വരെ വിളനഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുഴുക്കൾ വാഴയിലകളുടെ അഗ്രങ്ങൾ കീറി ചുരുട്ടുപോലെ മടക്കി അറകൾ സൃഷ്ടിച്ച് അവയ്ക്കുള്ളിലിരുന്ന് ഇല കാർന്നു തിന്നുകയാണ് ചെയ്യുന്നത്. ഇവയുടെ മുതിർന്ന രൂപമായ സ്കിപ്പർ ശലഭങ്ങൾക്ക് തവിട്ട് നിറമുള്ള ചിറകുകളും ശരീരവുമാണുള്ളത്. മുൻ ചിറകുകളിൽ മഞ്ഞ നിറത്തിലുള്ള 3 പാടുകൾ വീതം കാണാനാകും. വലിയ ശിരസും ചുവന്ന വലിയ കണ്ണുകളും അറ്റം കൊളുത്തുപോലുള്ള വളഞ്ഞ സ്പർശിനികളും ഈ ശലഭത്തിന്റെ മറ്റ് പ്രത്യേകതകളാണ്. പുലർകാലത്തും സായാഹ്നങ്ങളിലുമാണ് സ്കിപ്പർ ശലഭങ്ങൾ വാഴത്തോട്ടങ്ങളിൽ പ്രധാനമായി കാണപ്പെടുന്നത്. ഈ സമയങ്ങളിൽ തന്നെയാണ് പെൺ ശലഭങ്ങൾ വാഴയിലകളിൽ മുട്ടയിടുന്നത്. സാധാരണഗതിയിൽ ഇവയുടെ മുട്ടകൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ 25 വരെ വരുന്ന കൂട്ടങ്ങളോ ആയി വാഴയിലകളുടെ താഴെ ഭാഗത്ത് കാണപ്പെടുന്നു. വാഴച്ചെങ്കണ്ണി ആക്രമണം 3 മുതൽ 4 ദിവസം വരെ കഴിഞ്ഞ് വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കളുടെ ശരീരത്തിൽ ആദ്യഘട്ടത്തിൽ പച്ച നിറമായിരിക്കും. അതിനു പുറമെ ശരീരത്തിൽ വെളുത്ത പാടുകളും കാണാം. എന്നാൽ പുഴുക്കൾ വളർച്ചയുടെ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ അവയുടെ ശരീരത്തിൽ വെളുത്ത മെഴുകുപൊടി പോലുള്ള ഒരു ആവരണം പതിയെ രൂപപ്പെടുന്നതായി കാണാൻ സാധിക്കും. വിരിഞ്ഞിറങ്ങിയ ഉടനെ തന്നെ പുഴുക്കൾ വാഴയിലയുടെ അറ്റത്തേക്ക് നീങ്ങുകയും ഇല കീറി മടക്കി അറകൾ ഉണ്ടാക്കുന്ന പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യും. പുഴുക്കളുടെ ജീവിതചക്രം 20 മുതൽ 25 ദിവസം വരെ നീളുന്നു. ഈ കാലയളവ് ഉടനീളം ഇവ വാഴയില തിന്നു നശിപ്പിക്കുന്നു.
ആക്രമണം മൂർച്ഛിക്കുമ്പോൾ വാഴയിലകളുടെ നടുഞരമ്പുകൾ അല്ലാതെ മറ്റൊന്നും അവശേഷിക്കാത്ത സ്ഥിതി ഉടലെടുക്കാറുണ്ട്. കേരളത്തിൽ ആദ്യമായി വാഴച്ചെങ്കണ്ണിയെ കണ്ടെത്തിയത് 2013 അതേ തുടർന്ന് ഈ ഇലതീനിപ്പുഴുവിന്റെ ജനിതക ഘടനയും ജീവിതചക്രവും നിയന്ത്രണ മാർഗങ്ങളും കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ പഠന വിധേയമാക്കുകയുണ്ടായി. അടുത്തതായി പട്ടാളപ്പുഴു അഥവാ ട്രോപ്പിക്കൽ ആർമി വോം, ശാസ്ത്രനാമം സ്പോഡോപ്റ്ററ ലിറ്റ്യൂറ. കേരളത്തിലെ വാഴ കർഷകരെ സംബന്ധിച്ച് ഏറ്റവും പ്രശ്നക്കാരായ ഇലതീനികൾ പട്ടാളപ്പുഴുക്കളാണ്. വാഴയിൽ മാത്രമല്ല നെല്ലടക്കമുള്ള മറ്റു പല വിളകളിലും ഈ പുഴുക്കളുടെ ആക്രമണം കാണാറുണ്ട്. വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ വാഴയിലകളുടെ അടിയിൽ കൂട്ടം കൂടിയിരുന്ന് ഇലകൾ കരണ്ടു തിന്നുന്ന ഈ പുഴുക്കൾ ശരീരം കൊണ്ട് ചെറുതാണെങ്കിലും അസംഖ്യമായ തോതിൽ ഇലകളിൽ കാണപ്പെടുന്നവയാണ്. അതുകൊണ്ട് തന്നെ കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കാനുള്ള പ്രാപ്തി ഈ കീടത്തിനുണ്ട്. ഇത്തരത്തിൽ കൂട്ടമായി ആക്രമിക്കുന്ന കൊണ്ടായിരിക്കാം ഈ പുഴുക്കളെ പട്ടാളപ്പുഴുക്കൾ എന്ന പേര് വന്നത്. മുതിർന്ന പെൺ നിശാശലഭങ്ങളിൽ ഒറ്റത്തവണ 2000 മുട്ടകൾ വരെ ഇടാറുണ്ട്. ഈ മുട്ടകൾ രോമങ്ങൾ കൊണ്ട് പൊതിഞ്ഞ ഒരു കൂട്ടമായി ഇലകളിൽ കാണാൻ സാധിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവ വിരിഞ്ഞ് പുഴുക്കൾ പുറത്തു വരുന്നു. വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കളുടെ ശരീരം ഇളം പച്ച കലർന്ന തവിട്ട് നിറമുള്ളതും വശങ്ങളിൽ കറുത്ത പാടുകളും മഞ്ഞ അഥവാ പർപ്പിൾ നിറങ്ങളിലുള്ള കുത്തുകൾ ഉള്ളതുമായിരിക്കും. അല്പം വളർച്ച കഴിഞ്ഞാൽ പട്ടാളപ്പുഴുക്കൾ ഇലകളിൽ നിന്ന് താഴോട്ട് സഞ്ചരിച്ച് വാഴക്കൈകളുടെ ഉള്ളിൽ പ്രവേശിക്കും. പകൽ സമയങ്ങളിൽ അവിടെ ഒളിച്ചിരിക്കുന്ന പുഴുക്കൾ രാത്രികാലങ്ങളിലാണ് അവയിൽ നിന്ന് പുറത്തു വന്ന് ഇലകൾ തിന്ന് നശിപ്പിക്കുന്നത്. പുതുതായി വിരിഞ്ഞു വരുന്ന ഇലകളിൽ വരിവരിയായി വടികൊണ്ടതുപോലുള്ള ധാരാളം സുഷിരങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതായി പലപ്പോഴും കാണാൻ സാധിക്കും. ഇത് വാഴക്കൂമ്പിൽ പട്ടാളപ്പുഴുക്കളുടെ ആക്രമണം നടക്കുന്നത് തിരിച്ചറിയാൻ സഹായിക്കുന്ന ലക്ഷണമാണ്. 2 മുതൽ 3 ആഴ്ചകൾ കൊണ്ട് പട്ടാളപ്പുഴുക്കൾ വളർച്ച പൂർത്തിയാക്കി സമാധി ദിശയിലെത്തുന്നു. ഈ പ്യൂപ്പകൾ പിന്നീട് മണ്ണിൽ വിരിയുകയും അവിടെ കിടന്ന് 7 മുതൽ 15 ദിവസങ്ങൾ കൊണ്ട് ജീവിതചക്രം പൂർത്തിയാക്കി നിശാശലഭങ്ങളായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. ഈ നിശാശലഭങ്ങളുടെ മുൻ ചിറകുകൾക്ക് ചാരനിറം കലർന്ന തവിട്ട് നിറമായിരിക്കും. അതോടൊപ്പം പല ദിശകളിലേക്ക് നീളുന്ന വരകളും മുൻ ചിറകുകളിൽ കാണാനാവും. പിൻചിറകുകൾക്കാകട്ടെ വെളുത്ത നിറമായിരിക്കും. അടുത്തത് കമ്പിളിപ്പുഴു അഥവാ കാസ്റ്റർ ഹെയറി കാറ്റർപില്ലർ, ശാസ്ത്രനാമം ഒലൈപ്പ റിസിനി. ഇലകളിലെ ഹരിതകമടങ്ങിയ ഭാഗങ്ങൾ കരണ്ട് തിന്നുകയും വിടർന്നു വരുന്ന ഇലകളിൽ സുഷിരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഈ പുഴുക്കൾക്ക് പട്ടാളപ്പുഴുക്കളെ പോലെ തന്നെ കൂട്ടത്തോടെ മുട്ട വിരിഞ്ഞിറങ്ങുന്നവയാണ്. 3 മുതൽ 5 ദിവസം വരെയാണ് ഇവയുടെ മുട്ട വിരിയലിന് എടുക്കുന്ന സമയം. മുട്ട വിരിഞ്ഞിറങ്ങി 25 ദിവസം വരെ ഇവ ഇലകൾ തിന്നുകയും വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. കറുപ്പ് കലർന്ന തവിട്ട് നിറമുള്ള പുഴുക്കൾക്ക് ചുവന്ന നിറത്തിലുള്ള തലയും ദേഹമാസകലം രോമങ്ങളും ഉണ്ടായിരിക്കും. സിൽക്ക് നൂലുകൾ കൊണ്ട് രൂപപ്പെടുത്തിയ കൊക്കൂണുകൾക്കുള്ളിലാണ് കമ്പിളിപ്പുഴുക്കളുടെ സമാധി ദിശ സംഭവിക്കുന്നത്. അതിന് ഏകദേശം 7 മുതൽ 10 ദിവസം വരെ വേണ്ടിവരുന്നു. പ്യൂപ്പകൾ മണ്ണിലാണ് സാധാരണഗതിയിൽ കാണപ്പെടുക. അടുത്തതായി മുള്ളൻ പുഴു അഥവാ ഒച്ചുപുഴു, ശാസ്ത്രനാമം മിറസ ഡിസഡൻസ്. ഒച്ചുപോലെ ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ പുഴുക്കൾ കാഴ്ചയിൽ കുഞ്ഞന്മാരാണെങ്കിലും വാഴ കർഷകർക്ക് അത്യാവശ്യം പ്രശ്നമുണ്ടാക്കാൻ കെൽപ്പുള്ളവരാണ്. ശരീരത്തിൽ സ്പർശിച്ചാൽ അസഹ്യമായ ചൊറിച്ചലും വേദനയും അനുഭവപ്പെടുന്നതിനാൽ പക്ഷികൾ പോലും പലപ്പോഴും ഇവയെ തിന്നാൻ മടിക്കാറുണ്ട്. പച്ച കലർന്ന വെളുത്ത നിറമുള്ള ഈ പുഴുക്കളുടെ ശരീരത്തിൽ 4 വരികളിലായി മുള്ളുപോലുള്ള ഭാഗങ്ങളും കാണാം. മുള്ളൻ പുഴുക്കൾ ഇലകളിൽ വലിയ സുഷിരങ്ങൾ സൃഷ്ടിക്കുകയും തന്മൂലം ഇലകൾ നഷ്ടമാകുന്ന വഴി വിളവ് സാരമായി കുറയുകയും ചെയ്യുന്നു. അടുത്തതായി ഇലതീനിപ്പുഴുക്കൾ നിയന്ത്രിക്കുന്നതിനായി പൊതുവെ സ്വീകരിക്കാവുന്ന ചില നിയന്ത്രിത നടപടികൾ നോക്കാം. മുട്ടകളും ആദ്യ ദിശയിലുള്ള പുഴുക്കളും ഇലയോടെ മുറിച്ച് കത്തിച്ച് നശിപ്പിക്കുക. വാഴച്ചെങ്കണ്ണിയുള്ള ഇലച്ചുരുട്ടുകൾ വടികൊണ്ട് തട്ടിയിട്ട് പുഴുവിനെ നശിപ്പിക്കുക. വാഴ കൂടാതെ ഇലതീനിപ്പുഴുക്കൾക്ക് ആഹാരമാക്കാൻ കഴിയുന്ന ഇതര അതിഥേയ സസ്യങ്ങളായ കളകളെ നിയന്ത്രിക്കുന്നതിലൂടെ പരോക്ഷമായി ഈ കീടങ്ങളുടെ നിയന്ത്രണം ഒരു പരിധിവരെ സാധ്യമാകാം. തോട്ടത്തിൽ സന്ധ്യാസമയത്ത് കരിയില കൂട്ടി കത്തിക്കുന്നത് പുഴുക്കളുടെ മുതിർന്ന രൂപങ്ങളായ ശലഭങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കാൻ സഹായിക്കും. മിത്ര ബാക്ടീരിയയായ ബാസിലസ് തുരഞ്ചൻസിസ് 1 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലി എന്ന തോതിൽ ചേർന്ന് നിർമ്മിക്കുന്ന ലായിനി വൈകുന്നേരം ഇലകളിൽ തളിക്കുക. ബ്യുവേറിയ ബാസിയാന 20 ഗ്രാം പെർ ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇലക്കവിളിലും ഇലകളിലും തളിക്കുക. പട്ടാളപ്പുഴുവിനെതിരെ 1 ഹെക്ടറിന് SINPV 250 എന്ന തോതിൽ 2.5 കിലോഗ്രാം ശർക്കരയോടൊപ്പം ചേർത്ത് വൈകുന്നേരങ്ങളിൽ തളിക്കാം. ആവശ്യമെങ്കിൽ ഈ നിയന്ത്രണ മാർഗം ഒരാഴ്ച ഇടവിട്ട് പിന്നെയും ആവർത്തിക്കാം. പട്ടാളപ്പുഴുവിനെതിരെ ഫലപ്രദമായി മറ്റൊരു നിയന്ത്രണ മാർഗം ആഹാരക്കെണി. ഇതുണ്ടാക്കാൻ 1.25 കിലോഗ്രാം തവിടിനോടൊപ്പം 0.25 കിലോഗ്രാം ശർക്കരയും പൊടി രൂപത്തിലുള്ള
കൂടെ 100 ഗ്രാം കീടനാശിനിയും അല്പം വെള്ളവും കൂട്ടിക്കലർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ പദാർത്ഥം മണ്ണിനും ഇലകളിലും വിതറുക. ഇലതീനി പുഴുക്കളുടെ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കീടനാശിനികൾ ഏതെങ്കിലുമാണ് വാഴയുടെ ഇലകളിൽ തളിക്കുകയും ഇല കവിളുകളിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ക്ലോറാനിലിപ്രോൾ അഥവാ കൊറാജൻ 3 മില്ലി 100 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ ഫ്ലൂബെൻഡയാമിഡ് അഥവാ ഫെയിം 2 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ സന്ധ്യാനേരത്ത് കീടനിയന്ത്രണം 10 ലിറ്റർ വെള്ളത്തിൽ പ്രയോഗിക്കാം. സന്ധ്യാനേരമാണ് കീടനിയന്ത്രണം ഫലപ്രദമാക്കാൻ ഈ മരുന്നുകൾ തളിക്കുന്നതിനുള്ള അനുയോജ്യമായ സമയം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി പോഷക സമൃദ്ധമായ ചെറുധാന്യമായ രാഗിയെപ്പറ്റി സംസാരിക്കാം. ചെറുധാന്യങ്ങളിൽ ഏറ്റവും പോഷകപ്രദവും ആരോഗ്യകരവുമായ ഒന്നാണ് രാഗി. പഞ്ഞപ്പുല്ല്, കുവരക, മുത്താറി എന്നെല്ലാം രാഗിക്ക് വിളിപ്പേരുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഗി കൃഷി ചെയ്യുന്നത് പാലക്കാട്, ഇടുക്കി എന്നീ ജില്ലകളാണ്. മാംസ്യം, അമിനോ അമ്ലങ്ങൾ, ധാതുക്കൾ, ആന്റി ഓക്സിഡന്റുകൾ, ഫൈറ്റോ കെമിക്കലുകൾ എന്നിവയുടെ കലവറയായ രാഗിയിൽ തയാമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ എന്നീ ജീവകങ്ങളും അടങ്ങിയിരിക്കുന്നു. മറ്റ് ധാന്യങ്ങളെ അപേക്ഷിച്ച് രാഗിയിൽ ഭക്ഷണനാരുകൾ കൂടുതലാണ്. ഇത് പ്രമേഹ രോഗികളിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. അരിയിലും ഗോതമ്പിലും അടങ്ങിയിരിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി കാൽഷ്യവും ഇരുമ്പും രാഗിയിലുണ്ട്. ശരീരത്തിന് എളുപ്പം ലഭ്യമാവുന്ന പോഷകങ്ങളുടെ സ്രോതസ്സായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്നതിൽ മികച്ച ആദ്യ ഭക്ഷണം കൂടിയാണ് രാഗി. വർഷത്തോളം കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഒരു ധാന്യമായതിനാൽ ക്ഷാമകാലത്തേക്ക് കരുതി വെക്കാൻ പറ്റുന്ന ഒരു ഉത്തമ ഭക്ഷണം കൂടിയാണ് രാഗി. കൃഷിരീതിയെപ്പറ്റി പരിചയപ്പെടാം. രാഗിയുടെ കൃഷിരീതികൾ. മിതമായ വളക്കൂറും നല്ല നീർവാഴ്ചയുമുള്ള മണ്ണാണ് കൃഷിക്ക് അനുയോജ്യം. ചുവന്ന ചെങ്കൽ മണ്ണുള്ള സ്ഥലങ്ങളിൽ സാധാരണയായി രാഗി കൃഷി ചെയ്തു വരുന്നു. അന്തരീക്ഷ താപനില 27 ഡിഗ്രി സെൽഷ്യസും വർഷത്തിൽ 700 മുതൽ 1200 മില്ലിമീറ്റർ വരെ മഴയും കൃഷിക്ക് അനുയോജ്യമാണെങ്കിലും വിളയുന്ന സമയത്ത് വരണ്ട കാലാവസ്ഥയാണ് അഭികാമ്യം. ജലലഭ്യതയുണ്ടെങ്കിൽ വർഷത്തിലുടനീളം രാഗി കൃഷി ചെയ്യാവുന്നതാണ്. കൂടാതെ നെൽകൃഷിക്ക് ശേഷം തരിശിടുന്ന സ്ഥലത്തും രാഗി കൃഷി ചെയ്യാവുന്നതാണ്. പറിച്ചു നടിയിലും കൃഷിയിൽ സാധ്യമാണ്. നേരിട്ടുള്ള നടിയിലിനും 1 ഹെക്ടർ സ്ഥലത്തേക്ക് 5 കിലോഗ്രാം വിത്ത് വേണ്ടിവരും. എന്നാൽ പറിച്ചു നടീലിന് ഹെക്ടറിന് 4 മുതൽ 5 കിലോഗ്രാം വരെ വിത്താണ് ആവശ്യം. രാഗിയുടെ പ്രധാന ഇനങ്ങൾ. PR202 ഇടത്തരം ഉയരം വെക്കുന്ന രാഗി 100 മുതൽ 105 ദിവസങ്ങൾക്കുള്ളിൽ മൂപ്പെത്തുന്നു. ഇടത്തരം വലിപ്പമുള്ള ഓറഞ്ച് കലർന്ന തവിട്ട് നിറത്തിലുള്ള ധാന്യങ്ങളാണ് ഈ ഇനത്തിനുള്ളത്. അടുത്തതായി K2 വരൾച്ചയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ ഇനം 135 ദിവസങ്ങൾക്കുള്ളിൽ മൂപ്പെത്തുന്നു. ശരാശരി ധാന്യവിളവ് 1300 കിലോഗ്രാം പെർ ഏക്കർ. അടുത്തതായി CO2 വരൾച്ചയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ ഇനം 110 ദിവസങ്ങൾക്കുള്ളിൽ മൂപ്പെത്തുന്നു. ശരാശരി ധാന്യവിളവ് 920 കിലോഗ്രാം പെർ ഏക്കർ. അടുത്തതായി CO7 വരൾച്ചയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ ഇനം 110 ദിവസങ്ങൾക്കുള്ളിൽ മൂപ്പെത്തുന്നു. ശരാശരി ധാന്യവിളവ് 2750 കിലോഗ്രാം പെർ ഏക്കർ. അടുത്തതായി CO8 വരൾച്ചയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ ഹ്രസ്വകാല ഇനം 85 ദിവസങ്ങൾക്കുള്ളിൽ മൂപ്പെത്തുന്നു. ശരാശരി ധാന്യവിളവ് 2500 കിലോഗ്രാം പെർ ഏക്കർ. അടുത്തതായി CO10 വരൾച്ചയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ ഹ്രസ്വകാല ഇനം 85 ദിവസങ്ങൾക്കുള്ളിൽ മൂപ്പെത്തുന്നു. ശരാശരി ധാന്യവിളവ് 3500 കിലോഗ്രാം പെർ ഏക്കർ. ഇടയകലം പറിച്ചു നടുമ്പോൾ വരികൾ തമ്മിൽ 25 സെന്റിമീറ്ററും ഒരു വരിയിൽ ചെടികൾ തമ്മിൽ 15 സെന്റിമീറ്ററും അകലം ഉണ്ടായിരിക്കണം. നേരിട്ട് വിതച്ച് വളർത്തുന്ന തൈകൾക്കിടയിലും ഇടയകലം ക്രമീകരിക്കണം. ഇതിനായി ഇടതൂർന്ന തൈകളിൽ നിന്നും ആവശ്യമില്ലാത്തവ പറിച്ചു മാറ്റാം. ഒരു ഹെക്ടറിന് ഏകദേശം 4 ലക്ഷം തൈകൾ എന്ന രീതിയിലാണ് നടിയിൽ ക്രമീകരിക്കേണ്ടത്. ഞാറ്റടി പ്രധാന സ്ഥലത്തേക്ക് നടാനായി ഞാറ്റടി ആദ്യമായി തയ്യാറാക്കണം. ഒരു ഹെക്ടർ സ്ഥലത്തേക്കുള്ള തൈകൾക്കായി 10 മുതൽ 12 സെന്റ് സ്ഥലം നല്ലപോലെ ഉഴുതു മറിച്ച് വാരങ്ങൾ കോരിയിടണം. കൂടാതെ ഈ സമയം 5 ടൺ ജൈവവളം മണ്ണിലേക്ക് ചേർക്കുന്നതിന് മണ്ണിന്റെ ബലപുഷ്ടി മെച്ചപ്പെടുത്തുന്നതിനും തൈകളുടെ വളർച്ച പരിപോഷിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ഇതിനുശേഷം വിത്തുകൾ വിതച്ച് മണ്ണിട്ട് മൂടാം. തൈകൾ പറിച്ചു നടുന്നതിന് ഒരാഴ്ച മുമ്പേ 1 കിലോഗ്രാം അമോണിയം സൾഫേറ്റ് 100 സ്ക്വയർ മീറ്ററിന് എന്ന തോതിൽ ഞാറ്റടിയിൽ ചേർക്കണം. 3 ആഴ്ചയ്ക്ക് ശേഷം തൈകൾ പ്രധാന സ്ഥലത്തേക്ക് പറിച്ചു നടാം. 3-4 തവണ ഉഴുതുമറിച്ച് 1 ഏക്കർ കൃഷിയിടത്തിലേക്ക് 2 ടൺ കാലിവളമോ കമ്പോസ്റ്റോ ചേർക്കണം. ഇതിനുശേഷം 10 മുതൽ 14 ദിവസം കഴിഞ്ഞ് രാസവള പ്രയോഗം നടത്താം. 1 ഏക്കറിന് 9 കിലോഗ്രാം വീതം നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് വളങ്ങൾ ആവശ്യമാണ്. ഇവ അടിവളമായി നൽകാം. നട്ട് 3 ആഴ്ചയ്ക്ക് ശേഷം നൈട്രജൻ ഏക്കർ 1-ന് 9 കിലോഗ്രാം എന്ന തോതിൽ ചേർത്ത് കൊടുക്കണം. വളപ്രയോഗം നടത്തുന്ന സമയത്ത് മണ്ണിൽ ഈർപ്പമുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ജലസേചനം അധികം ആവശ്യമില്ലാത്ത വിളയാണ് രാഗി.
നൽകി. എങ്കിലും ചെടിയുടെ വളർച്ച പരിപോഷിക്കുന്നതിന് ഒരാഴ്ച കൂടുമ്പോൾ നന സഹായകരമാണ്. കൂടാതെ പറിച്ചു നടുന്ന ദിവസം ജലസേചനം ഉറപ്പുവരുത്തണം. വിളവെടുപ്പിന് സമയമാകുന്നതോടെ ജലസേചനം പൂർണ്ണമായും ഒഴിവാക്കാവുന്നതാണ്. വിളയുടെ ആദ്യ വളർച്ച കാലഘട്ടങ്ങളിൽ കളകളെ നിയന്ത്രിക്കേണ്ടതും അത്യാവശ്യമാണ്. തണ്ടുതുരപ്പന്റെ ആക്രമണം വിളയുടെ ഈ ഘട്ടങ്ങളിൽ കാണപ്പെടുന്നു. സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ കൃത്യമായ മുൻകരുതൽ മാർഗങ്ങൾ വഴിയും ഇവയുടെ ആക്രമണം കുറച്ച് കീടനാശിനി പ്രയോഗം കൊണ്ട് ഒഴിവാക്കാം. രാഗി ബ്ലാസ്റ്റ് രോഗം, കുലവാട്ടം രൂക്ഷമായി കാണുന്ന അവസരങ്ങളിൽ നിർദ്ദിഷ്ട അളവിലുള്ള കുമിൾനാശിനികൾ ഉപയോഗിക്കാം. നട്ട് 4 മാസത്തിനകം വിളവെടുപ്പ് നടത്താൻ സാധിക്കും. മൂപ്പാവുന്നതോടെ കതിരുകൾ തവിട്ട് നിറമാകും. ഈ പ്രായത്തിൽ കതിരുകൾ കൊയ്ത് കറ്റ കെട്ടിവെക്കാം. പിന്നീട് കറ്റ മെതിച്ച് ധാന്യങ്ങൾ വേർതിരിച്ചെടുക്കാം. ദീർഘകാല സംഭരണത്തിനായി ധാന്യത്തിന്റെ ഈർപ്പം 13% താഴെയാക്കി ഉണക്കി സൂക്ഷിക്കാം. ചെറുധാന്യങ്ങളിൽ പോഷക ഗുണത്തിന്റെ കാര്യത്തിൽ രാഗി മുൻപന്തിയിലാണ്. ഇതിലടങ്ങിയിരിക്കുന്ന പോളിഫിനോൾ നിരവധി ആരോഗ്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യും. പതിവായി കഴിക്കുകയാണെങ്കിൽ പോഷകാഹാരക്കുറവ്, ആകാല വാർദ്ധക്യം എന്നിവ തടയാൻ രാഗി സഹായിക്കും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. നമോ ഡ്രോൺ ദീദി പദ്ധതി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് ഫെർട്ടിലൈസർ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സർക്കാർ വകുപ്പുകൾ സഹകരിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു കേന്ദ്രമേഖലാ പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി. നാനോ വളങ്ങളുടെയും കീടനാശിനികളുടെയും കൃത്യമായ സ്പ്രേ ചെയ്യുന്നതിനായി കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്ത്രീകളുടെ പങ്കാളിത്തത്തിനും മുഖ്യധാര കൃഷിയിൽ അവരുടെ സുസ്ഥിരമായ പങ്കാളിത്തത്തിന് ഊന്നൽ നൽകാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. പദ്ധതികളുടെ പ്രധാന ഹൈലൈറ്റുകൾ ഇവയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഗ്രാമവികസന വകുപ്പ്, രാസവള വകുപ്പ്, NRLM, ലീഡ് ഫെർട്ടിലൈസർ കമ്പനികൾ എന്നിവയുടെ കീഴിൽ പ്രമോട്ട് ചെയ്യപ്പെടുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ വിഭവങ്ങളും പരിശ്രമങ്ങളും സംയോജിപ്പിച്ച് സമഗ്രമായ ഇടപെടലുകൾ പദ്ധതി നിർദ്ദേശിക്കുന്നു. കാർഷിക സേവനങ്ങൾ നൽകുന്നതിന് NRLM-ന് കീഴിൽ ഗ്രാമപ്രദേശങ്ങളിലെ ഏരിയ അല്ലെങ്കിൽ ക്ലസ്റ്റർ SHG ഗ്രൂപ്പുകൾ എന്നിവയുടെ ശരിയായ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണ് പദ്ധതിയുടെ നടത്തിപ്പ്. അങ്ങനെ ഡ്രോൺ സേവനങ്ങൾക്കായുള്ള അവരുടെ ഭാഗത്തെ കർഷകരിൽ നിന്നുള്ള ആവശ്യമനുസരിച്ച് പ്രദേശം അല്ലെങ്കിൽ ക്ലസ്റ്റർ തിരഞ്ഞെടുക്കുന്നതിനായി വിലയിരുത്തപ്പെടും. അത് സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അടിസ്ഥാനമായി മാറും. സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന മിഷൻ ഡയറക്ടറേറ്റ് ഓഫ് NRLM, LFC, ICAR പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റി ഡ്രോണുകൾ നൽകുന്നതിനായുള്ള തിരിച്ചറിഞ്ഞ ക്ലസ്റ്ററുകളിലെ സംസ്ഥാനങ്ങളിലെ NRLM പ്രകാരമുള്ള പുരോഗമന വനിതാ സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കും. ഡ്രോൺ പൈലറ്റിന് വനിതാ SHG അംഗങ്ങളെ തിരഞ്ഞെടുക്കൽ, ഡ്രോൺ അസിസ്റ്റന്റ് പരിശീലനം എന്നിവ സമിതിയുടെ ഉത്തരവാദിത്തമാണ്. ജില്ല തിരിച്ചുള്ള ഡ്രോൺ ഉപയോഗം, ലഭ്യത, നിലവിലുള്ള വിടവ് എന്നിവയുടെ വിലയിരുത്തൽ, ഭാവി ആവശ്യകതകൾ തിരിച്ചറിയൽ, തിരഞ്ഞെടുത്ത വനിതാ SHGക്ക് LFC കീടനാശിനി കമ്പനികളുമായി ഏകോപിപ്പിച്ച് ബിസിനസ് നൽകൽ ഉറപ്പാക്കൽ എന്നിവയാണ് മറ്റു സവിശേഷതകൾ. യോഗ്യരായ വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളിൽ നിന്നും ഒരാളെ 15 ദിവസത്തെ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കും. അതിൽ 5 ദിവസത്തെ നിർബന്ധിത ഡ്രോൺ പൈലറ്റ് പരിശീലനവും കാർഷിക ആവശ്യത്തിനായും കീടനാശിനി പ്രയോഗത്തിനും വേണ്ടി അധിക 10 ദിവസത്തെ പരിശീലനവും ഉൾപ്പെടുന്നു. NRLM-ന് കീഴിൽ SHGയിലെ മറ്റ് അംഗങ്ങൾക്ക് ഇലക്ട്രിക്കൽ സാധനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, ഫിറ്റിംഗ്, മെക്കാനിക്കൽ ജോലികൾ എന്നിവ ഏറ്റെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഡ്രോൺ സഹായിയായി പരിശീലനം നൽകും. തിരിച്ചറിഞ്ഞ സ്വയം സഹായ സംഘങ്ങൾക്ക് NRLM പ്രകാരം ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായവും വായ്പയും നൽകും. NRLM-ന് കീഴിൽ SHGകൾ ഡ്രോണുകൾ വാങ്ങുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനും ഡ്രോണുകളുടെ പരിപാലനത്തിനും ഡ്രോൺ കമ്പനികൾ മുഖേന നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് LFCകൾ ഡ്രോൺ നിർമ്മാണ കമ്പനികൾക്കും SHGക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കും. ബന്ധപ്പെട്ട SHGകളുടെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുമായുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വഴി LFCകൾ ഡ്രോണുകൾ വാങ്ങുകയും SHGകൾക്ക് ഡ്രോണുകളുടെ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്യും. അവയുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സ്വയം സഹായ സംഘങ്ങളുമൊത്തുള്ള ഡ്രോണുകൾ, നാനോ വളങ്ങളുടെ ഉപയോഗം LFCകൾ പ്രോത്സാഹിപ്പിക്കും. നാനോ വളത്തിനും കീടനാശിനി പ്രയോഗത്തിനുമായി കർഷകർക്ക് ഡ്രോൺ സേവനങ്ങൾ SHGകൾ വാടകയ്ക്ക് നൽകുകയും SHGകൾക്ക് അധിക വരുമാനം നേടുകയും ചെയ്യും. നമോ ഡ്രോൺ ദീദിയുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. ഡ്രോൺ വാങ്ങുന്നതിന് NRLM SHGകൾക്ക് സബ്സിഡി നൽകുന്നു. ഡ്രോൺ വിലയുടെ 80% സബ്സിഡിയായി 8 ലക്ഷം രൂപയും നൽകുന്നു. ഡ്രോണിന്റെ ബാക്കി ചിലവിന്
AIF-ൽ നിന്ന് വായ്പാ സൗകര്യം, അതുപോലെ 3% പലിശ നിരക്കിൽ ഈസി ലോണും നൽകുന്നതാണ്. ഡ്രോൺ പാക്കേജിന്റെ ഭാഗമായി ഡ്രോൺ പൈലറ്റ് പരിശീലനവും ഡ്രോൺ വഴി അധികമായി വരുമാനം നേടാനുള്ള അവസരവും ലഭിക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക്, കർഷകർക്ക് ഡ്രോൺ സേവനം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACT-ൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടംഫോസ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയാക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടംഫോസ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20-5-00-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACT-ൽ നിന്ന് ഭാരത് NPK 20-5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACT-യുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-00-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്കൽ രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15 FACT NPK 15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACT-ൽ നിന്നും ഭാരത് MOP. FACT MOP-ൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിത അവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക് എന്നത് FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ജൈവവളമാണ്. ഫാക്ട് ഓർഗാനിക് മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി തുടങ്ങിയവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ജൈവവളത്തിൽ 12% ഓർഗാനിക് കാർബണും ചെറിയ അളവിൽ NPKയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മൂലകങ്ങളും കൂടാതെ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ചെറിയ അളവിൽ നൽകുന്നു. ഫാക്ട് ഓർഗാനിക് എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്.
ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം മണ്ണിരയുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്നു. കൂടാതെ മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. അമ്ലാവസ്ഥയും ക്ഷാരാവസ്ഥയും പോലുള്ള അസാധാരണ അവസ്ഥകളിൽ നിന്ന് മണ്ണിന്റെ pHനെ ഫാക്ട് ഓർഗാനിക് നിയന്ത്രിക്കുന്നു. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് ജൈവ കൃഷിക്കും പഴം പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് ഓർഗാനിക് പ്ലസ് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു കോഴി അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് ഓർഗാനിക് പ്ലസ്. കൂടാതെ ഈ ജൈവവളം FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ്. ഓർഗാനിക് പ്ലസ് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലം നിർത്താനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് മണ്ണിന്റെ വൻതോതിലുള്ള സാന്ദ്രത കുറയ്ക്കുകയും അതുവഴി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് പ്ലസിൽ 14% ഓർഗാനിക് കാർബണും 0.5% NPKയും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓർഗാനിക് പ്ലസ് ജൈവ കൃഷിക്കും പഴം പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് പ്രോം ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ ഭാരത സർക്കാരിന്റെ PM പ്രണാം എന്ന സംരംഭത്തിന് കീഴിൽ FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്ന ജൈവ അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് പ്രോം. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണമേന്മയും ആവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് സാവധാനത്തിൽ പുറത്തുവിടുന്നതുമായ ഈ ജൈവവളം മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിന് ഏറെ സഹായകരമാകുന്നു. ഇതിൽ P2O5 ആയി 8% ഫോസ്ഫറസ് കൂടാതെ ചെറിയ അളവിൽ നൈട്രജൻ, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. പ്രോമിന്റെ പ്രയോഗം മൂലം മണ്ണിന്റെ ഓർഗാനിക് കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിന്റെ സുഷിരതയും ജലാംശം നിലനിർത്താനുള്ള ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇപ്രകാരം പ്രോം ഒരു മണ്ണ് കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. ഫാക്ട് FOM ഫെർമെന്റഡ് ഓർഗാനിക് മാനുവർ ഫാക്ട് FOM പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്ത ജൈവവളമാണ്. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഫാക്ട് FOMൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറഞ്ഞത് 1 മുതൽ 2% വീതവും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. മണ്ണിന്റെ ഘടനയെ പരിപോഷിപ്പിക്കുകയും ചെടികൾക്ക് പോഷക ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന FOM ജൈവ കൃഷിക്കും പഴം പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. പ്രോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് PDM പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ് പൊട്ടാഷിന്റെ സ്വാഭാവിക ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൈവവളമാണ് ഫാക്ട് PDM. കരിമ്പ് പിഴിഞ്ഞു കെട്ടുന്ന ശർക്കരപ്പാവിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ജൈവവളത്തിൽ 14% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഈ ജൈവവളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടാതെ ചെറിയ അളവിൽ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. PDM ഉപയോഗിക്കുന്നത് മൂലം ചെടികളിലെ സസ്യ ഹോർമോണുകളെ ഉണർത്തി വിളകളുടെ അഭിവൃദ്ധിക്കും അതിനോടൊപ്പം തന്നെ മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി, മണ്ണിന്റെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ സൂക്ഷ്മാണുക്കൾ പെരുകി മണ്ണിന്റെ ഫലപുഷ്ടിയും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നു. ജൈവ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് PDM. എല്ലാ വിളകൾക്കും എല്ലാ മണ്ണിനും വിളകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് PDM അത്യുത്തമമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഇതോടെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. FECT കാർഷികം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാവർക്കും നമസ്കാരം. FECT കാർഷികം.